B32 മുതൽ 44 വരെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സിനിമ കണ്ട് റിവ്യൂ പറയാനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല സിനിമയാണ്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം എന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അധികം നാൾ തിയേറ്ററിൽ ഓടാനായിട്ടുള്ള സാഹചര്യങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കിയത്. ഈ സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്നെ കാണുവാനായിട്ട് പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ശ്രുതി ശരണ്യം എന്ന് പറയുന്ന ഡയറക്ടർ ഈ അടുത്തുണ്ടായ യൂട്യൂബ് ചാനലായിട്ടുള്ള ക്യൂവിൽ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ എന്ന് പറയുന്ന പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോഴാണ് എനിക്കിത് കാണണമെന്ന് തോന്നിയത്. അദ്ദേഹത്തെ കൂടാതെ ആ ഒരു ഇൻ്റർവ്യൂവിൽ ബേസിൽ ജോസഫ്, ദിലീഷ് പോത്തൻ, ജിയോ ബേബി, മഹേഷ് തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സിനിമ കണ്ടപ്പോൾ വളരെ നല്ലൊരു സിനിമയായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. B32 മുതൽ 44 വരെ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ബ്രസ്റ്റ് സൈസിനെ വെച്ചുകൊണ്ടാണ്. ഈ സിനിമയിലൂടെ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ കടന്നു പോകുന്നുണ്ട്. അവരുടെ പേരുകളോടൊപ്പം ഈ B വിത്ത് സൈസ് കൂടി മെൻഷൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ആദ്യം കാണുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കണക്റ്റ് ആവില്ല എന്നുണ്ടെങ്കിലും സിനിമയുടെ അവസാനത്തിലോട്ട് എത്തുമ്പോൾ കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. സ്ത്രീകളെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിൽ ബ്രസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ബ്രസ്റ്റ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതുമൂലം അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പല മേഖലകളിലും ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു പോകുന്നൊരു സിനിമയാണിത്. അതെങ്ങനെ അത് കോർഡിനേറ്റ് ചെയ്ത് കണക്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകുന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കരധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ഒരു കാര്യത്തിന് ശ്രുതി ശരണ്യം എന്ന് പറയുന്ന ഡയറക്ടർക്ക് തീർച്ചയായിട്ടും കൈയ്യടി അർഹിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ചുരുങ്ങിയ സമയം കൊണ്ടും ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ടാണ് ഇത് ചെയ്തത്, അതുകൊണ്ട് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം എന്ന ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ കണ്ടപ്പോൾ അത്ര വലിയ കുഴപ്പം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇനിയും ഒരു നല്ല റിസോഴ്സസും നല്ല സമയവും കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ ആ ഒരു സിനിമ ആയേനെ, അല്ലെങ്കിൽ ഇതിനേക്കാളും എല്ലാവരും ചർച്ച ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയായേനെ എന്നുള്ളതാണ് തോന്നിയത്. ഈ സിനിമയെ പറ്റി ആരും ചർച്ച ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പ്രതീക്ഷിക്കുന്നതിനപ്പുറം. ഇപ്പോൾ ഞാൻ ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാൾക്ക് മുമ്പാണ് അറിഞ്ഞത്. ഇതുപോലെ തന്നെ ഒരു സിനിമാ പ്രേമിയായിട്ടുള്ള ഞാനിപ്പോഴേ ഈ ഒരു സിനിമയെ പറ്റി അറിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കുറേ പേര് ഇപ്പോഴും ഈ സിനിമയെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഞാൻ ഈ സിനിമയെ പറ്റി യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴും കാര്യമായിട്ടുള്ള വീഡിയോ കണ്ടൻസുകളൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചുരുക്കം ചില കണ്ടൻസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സിനിമയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നിധി എന്ന് പറയുന്ന ആ ഒരു വേഷം ചെയ്തിരിക്കുന്ന ആ ഒരു സ്ത്രീ കിടിലൻ പ്രകടനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അനാർക്കലി ആണെന്നുണ്ടെങ്കിലും രമ്യ നമ്പീശനാണെന്നുണ്ടെങ്കിലും ഇവരെ കൂടാതെ തന്നെ പുരുഷ കഥാപാത്രങ്ങളും ഉണ്ട്, അവരും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ ആ പോകുന്ന ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ റിവീൽ ചെയ്ത് അല്ലെങ്കിൽ കുറേ കണക്ഷൻസ് കാര്യങ്ങൾ കൊണ്ട് തന്നു പോകുന്ന ആ ഒരു രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിലുള്ള പാട്ടാണെന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടു. പക്ഷേ സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ എന്താ ഇപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാമെങ്കിലും അതിനെ കുറച്ചുകൂടിയും സീരിയസ് ആയിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം സ്ത്രീയുടെ ശരീരത്തെ അല്ലെങ്കിൽ അവരുടെ ബ്രസ്റ്റിനെ എപ്പോഴും ഒരു വസ്തുവായി മാത്രം കണ്ട് പോകുന്ന സമൂഹത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കുന്നൊരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ കൊണ്ട് മൊത്തം കാര്യങ്ങൾ മാറ്റിമറിക്കും എന്നൊന്നും അവർ പറയുന്നില്ല. അതിന് ചേർത്ത് വയ്ക്കാൻ പാകത്തിനുള്ള ഒരു സീനിലൂടെയാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇതേപോലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമ പോകുന്നത്. അല്ലെങ്കിൽ അല്ലാണ്ട് ഈ ഒരു സിനിമയിലൂടെ മൊത്തം മറിയും എന്നുള്ളൊരു പ്രതീക്ഷയൊന്നും അവർക്കില്ല എന്നുള്ളതും കൂടി അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സിനിമയായിട്ടാണ് അത് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കി നോക്കുക. സിനിമ ഡിജിറ്റലി അവൈലബിൾ ആണ്. സോ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.